ശ്രീ കെ ജി ജ്യോതിർഗോ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിൽ യുക്തിയുണ്ട്. ഡ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ പഴുതടച്ച് ഈ കാര്യം ചെയ്യാനിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നടപടി എടുക്കുമെന്നോ നടപടി എടുക്കില്ലെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അവധാനതയോടുകൂടിയേ സർക്കാരിന് ഈ കാര്യം ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ ഈ വിഷയമില്ല. DGPയുടെ പക്കലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുള്ളത്. DGP സർക്കാരിന് കൈമാറിയിട്ടില്ല. സർക്കാരിൻ്റെ പക്കൽ എത്തിയാലാണ് സർക്കാർ ആക്ട് ചെയ്യുക. യുക്തിസഹമാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 31-ാം തീയതി നിതിൻ അഗർവാൾ വിരമിക്കുകയാണ്. DGP പട്ടികയിൽ സ്ഥാനക്കയറ്റം, DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാനിരിക്കുകയാണ് MR അജിത് കുമാർ. അതിന് വിഘാതമായി വരാൻ സാധ്യതയുള്ളത് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അച്ചടക്ക നടപടിയാണ്. അച്ചടക്ക നടപടി ഉണ്ടായാൽ അവിടെ ആ സാധ്യതയ്ക്ക് ഒരു വിഘാതം ഉണ്ടാവും. അപ്പോൾ DGP പദവിയിലേക്ക് ഉയരട്ടെ, അതിനുശേഷം പിന്നെ പേരിനൊരു നടപടി എന്നതായിരിക്കുമോ സർക്കാർ വിചാരിക്കുന്നത്? സർക്കാരിൻ്റെ വിചാരം നമുക്കിപ്പം ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കുറവാണ്. ഇന്ന് മുഖ്യമന്ത്രി അത് വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ DGPക്ക് ഒരു നടപടി സ്വീകരിക്കാൻ കഴിയും. കാരണം DGPക്ക് കിട്ടിയ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഈ ADGPയുടെ വളരെ ഈ ക്രിമിനൽ ആക്ടിവിറ്റി, കുറ്റകരമായ ആ നടപടി, അത് ആ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞത്. അവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം ഒരു ADGPയെ കുറിച്ചിട്ട്, അതും ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുണ്ടായിരുന്ന ADGPയെ കുറിച്ചൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തതയില്ലാതെയാണ് ഏതെങ്കിലും റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഇരിക്കാൻ തന്നെ യോഗ്യനല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോഴാണ് ഈ ഷൗക്കത്ത് അലിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണ് വ്യക്തത ആവശ്യം, അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നത്. അവിടെയാണ് ഈ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പിന്നിലുള്ള ഈ സമയം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണോ എന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും DGPക്ക് ഇദ്ദേഹത്തിൻ്റെ, കാരണം ഇതിനകത്തൊരു 3 നടപടികളാണ്. 1 അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ, 2 ഡിസിപ്ലിനറി ആക്ഷൻ, 3 ലീഗൽ ആൻഡ് ക്രിമിനൽ ആക്ഷൻ. ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ പെൻഡിങ് വെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം DGP എന്ന നിലയിൽ ഇന്ന് നമ്മുടെ രവീന്ദ്ര ചന്ദ്രശേഖരനുണ്ട്. അദ്ദേഹം അത് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ ദിവസത്തിന് മുമ്പ് ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ. ഇവിടെ നമ്മൾ ഇതുവരെ സംസാരിച്ചതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും KSU പ്രവർത്തകർക്ക് അടിയുണ്ട് എന്നുള്ള വിഷയമുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെന്ന് മറക്കില്ല. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കേരള സമൂഹത്തിന് ഇതിനകത്തുള്ള ഒരു താല്പര്യം എന്താണെന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു വിഷയം അതാണെന്ന് തോന്നുന്നു. അവിടെയാണ് ഈ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വ്യവസായ വകുപ്പ് നിലവിലുള്ള സെക്രട്ടറിയും മുൻ സെക്രട്ടറിയും ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നതനുസരിച്ച് എന്തും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരും രക്ഷിക്കാനുണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവ് കേരളത്തിലെ പോലീസ് സേനയ്ക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും കൊടുക്കേണ്ട ഒരു ചരിത്രപരമായ ഒരു വിഷയമാണ് ഈ വിഷയം. കാരണം ഈ SIT അന്വേഷിക്കുന്ന ഈ വിഷയം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ക്രൈം നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ ഗൺമാൻമാരെ ഇറങ്ങിയിട്ട് ആലപ്പുഴയിൽ അവരെ അട്ടിച്ച് തകർക്കുന്ന, അത് കേരളത്തിൻ്റെ നമ്മുടെ ഒരു മനസാക്ഷിയും ഈ മനുഷ്യനെ ഷോക്ക് ചെയ്യും. അത് നമ്മളെ ഷോക്ക് ചെയ്യുന്നതിനെതിരെ പോലും നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം മറ്റൊരു ക്രൈം നടന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് മാറ്റിയിട്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതാര് നടത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗൺമാൻമാരെ അടിച്ചത് വാസ്തവം പറഞ്ഞാൽ പെരിഫറലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ കരുതാം, അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടായെന്ന് വയ്ക്കാം. പക്ഷേ ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ഈ ബോധപൂർവം അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ആ റിപ്പോർട്ട് തിരുത്താൻ ബോധപൂർവമായിട്ടും നിർദ്ദേശിക്കുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഒരരുവിയുടെ പ്രഭവ സ്ഥാനത്ത് നിന്ന് വിഷമുണ്ടായി കഴിഞ്ഞാൽ ആ അരുവിയുടെ അവസാനത്തെ തുള്ളി കടലിൽ ചേരുന്ന നിമിഷം വരെ അത് വിഷലിപ്തമായിരിക്കും. മറിച്ച് എവിടെയെങ്കിലും ഒരു പ്രത്യേക ഭാഗത്താണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ അജിത് കുമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണത്തിന് മുമ്പിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അജിത് കുമാറിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഗൺമാൻമാരെ രക്ഷപ്പെടുത്തേണ്ട അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്ന ഏത് വൃത്തികേടും ഏത് കുറ്റകരമായ സംഗതികളും ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെയും ചെയ്യാൻ തയ്യാറായി എന്നുള്ളതുമാണ് ഇവിടെ അജിത് കുമാറിൻ്റെ ഈ വിഷയം നമ്മുടെ മുമ്പിൽ വന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ
ലാ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ഈ കുറ്റം ചെയ്യുന്നതും ഈ ഗൺമാന്മാരടിക്കുന്ന കുറ്റം ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം മറ്റേതൊരു സിസ്റ്റത്തിൻ്റെ തുടക്കത്തിലാണ്, ആ സിസ്റ്റം മുഴുവൻ കറപ്റ്റ് ആവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് നേരിട്ട് കാണുകയാണ് ചെയ്യും. ഏത് വൃത്തികേടുകൾക്കും എന്ത് അധാർമികമായ പ്രക്രിയകൾക്ക് വേണമെങ്കിലും നമുക്ക് ഇറങ്ങി ചെല്ലാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസം ഇതിനകത്തുള്ള ക്രിമിനൽ ടെൻഡൻസിയുള്ള, ഇപ്പം നമ്മളെല്ലാവരും സമ്മതിക്കേണ്ട ഇത്ര ശതമാനം ആൾക്കാർ ക്രിമിനൽ മനോഭാവമുള്ള പോലീസുകാരുണ്ടെന്നുള്ളത് അവർക്കുള്ള ഒരു പ്രചോദനമായി മാറുകയും ഒരു പോലീസ് സേന എന്നുള്ളൊരു ക്രിമിനൽ സേനയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി 2 കാര്യങ്ങളെന്നറിയാം. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണഘടനയോടും അതല്ലെങ്കിൽ ജനങ്ങളോടുള്ള ധാർമ്മികത അളക്കാൻ പറ്റുന്ന ഏറ്റവും നിർണായകമായ ഒരു ഇൻസിഡൻ്റ് ഇത് മാറും. ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത്, അത് അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികത എന്താണെന്ന് നമുക്ക് വെളിവാക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനെ തടയാതെ അദ്ദേഹത്തിന് DGP ആക്കി വളരെ അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ അജിത് കുമാർ ഏത് തരം ക്രിമിനൽ ആക്ടിവിറ്റിയിലും ഇടപെടാൻ മടിയില്ലാത്ത വ്യക്തിയാണെന്നാണ് നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള നമ്മളുടെ നേതാക്കന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ മന്ത്രിമാരെക്കുറിച്ചോ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ കാര്യമായ സംഗതികൾ, വിവരങ്ങൾ, രേഖകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നും അത് വെച്ച് നമ്മളുടെ മന്ത്രിമാരെയും ഈ സർക്കാരിനെയും ഈ ഉദ്യോഗസ്ഥൻ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് പ്രതീക്ഷിച്ചിരുന്ന് നോക്കാം എന്നാണ് തോന്നുന്നത്. തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്.